മലയാള സിനിമയുടെ കറുത്ത ഹാസ്യത്തിന് ഇപ്പോൾ ഒരു തീരാ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. വെറും 69-ാം വയസ്സിൽ ശ്രീനിവാസൻ നമ്മോട് വിട പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ പോലെ തന്നെ ചില ചോദ്യങ്ങൾ ബാക്കിയായി. ഒരു സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ ഈ പേര് കണ്ടാൽ മലയാളി പ്രേക്ഷകൻ ടിക്കറ്റ് എടുക്കാൻ രണ്ടാമതൊന്ന് ആലോചിക്കില്ലായിരുന്നു. കാരണം അവിടെ കോമഡിയുടെ മേമ്പടിയോടെ ഒരു സത്യം ഉറപ്പായിരുന്നു. നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ലേ, നിങ്ങൾക്കെന്താ ഈ കാര്യത്തിൽ പറയാനുള്ളത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ, ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, അത്രയ്ക്ക് പ്രായമായി എന്ന് ചിരിയോടെ മറുപടി നൽകിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്നാൽ മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ആ അതുല്യ പ്രതിഭയുടെ ജീവിതം അദ്ദേഹത്തിൻ്റെ ഒടുവിലെ തീരുമാനങ്ങൾ കാരണം ഒരു ദുരന്തമായി മാറിയോ എന്ന് പലരും സംശയിക്കുന്നു. ആശുപത്രിയിലെ ചൂഷണങ്ങളെയും ഡോക്ടർമാരുടെ കച്ചവട മനോഭാവത്തെയും ശ്രീനിവാസൻ തുറന്നു കാട്ടിയപ്പോൾ നമ്മൾ കൈയടിച്ചു. എനിക്കെന്തെങ്കിലും അസുഖം വന്നാൽ ഡോക്ടർമാരെ കാണില്ല, കാരണം അലോപ്പതിയിൽ വിശ്വാസമില്ല. എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടം പോലെ പോവട്ടെ എന്ന് അദ്ദേഹം തൻ്റെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചു. ജൈവകൃഷിയുടെ പ്രാധാന്യം വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കി. പക്ഷേ ശ്രീനിവാസൻ എന്ന തത്വങ്ങളുടെ രാജകുമാരൻ ചെയ്ത ഒരൊറ്റ അബദ്ധം അദ്ദേഹത്തെ ഈ നാൽക്കവലയിലെത്തിച്ചു. താൻ ഏറ്റവും വലിയ വിഡ്ഢിയായ ഒരു പുകവലിക്കാരനാണെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സിനിമയുടെ സമ്മർദ്ദമാണോ അതോ ആരോടോ വാശി തീർക്കുന്നത് പോലെ ആയിരുന്നോ ആ പുകവലി? എഴുത്തിൻ്റെ മനോനിലയിൽ ഒരു സിഗരറ്റിൽ നിന്ന് മറ്റൊന്ന് കത്തിച്ച് തള്ളിക്കളഞ്ഞ ആ ശീലം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെയും ശ്വാസകോശത്തെയും എങ്ങനെ തകർത്തു എന്ന് നമ്മൾ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. അച്ഛൻ അലോപ്പതിക്കെതിരാണ്, മൈദയ്ക്കും പൊറോട്ടയ്ക്കും എതിരാണ്, പക്ഷേ സിഗരറ്റിനോട് മാത്രം എതിരല്ല. മകൻ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ ഈ വാക്കുകളിൽ ആ വിരോധാഭാസമുണ്ട്. 2007 കടുത്ത സ്ട്രോക്ക്, പിന്നീട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, 2022 ബൈപ്പാസ് ശസ്ത്രക്രിയ എന്നിങ്ങനെ മലയാള സിനിമയിലെ ആ അതുല്യ എഴുത്തുകാരൻ ദീർഘകാലം രോഗങ്ങളോട് പൊരുതി. പലപ്പോഴും ശ്വാസം മുട്ടി ബോധം പോയപ്പോൾ താൻ 5-6 തവണ മരിച്ചു കഴിഞ്ഞു എന്ന് അദ്ദേഹം തമാശയായി പറഞ്ഞിട്ടുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ എനിക്ക് സംഭവിച്ച ഏറ്റവും വലിയ അപകടം ഇതാണ് എന്ന് അദ്ദേഹം സ്വയം പരിഹസിച്ചു. ശാരീരിക അവശതകൾക്കിടയിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് കൂർമ്മതയോടെ നിലനിന്നിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ ഒടുവിലെ കാലഘട്ടത്തിൽ പുതിയ സിനിമകളിൽ നിന്ന് അദ്ദേഹത്തെ